ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ മൊഗ്രാൽ മുതൽ ഷിറിയ പാലം വരെയുള്ള നാഷണൽ ഹൈവേ വർക്കിൻ്റെ പുതിയൊരു വീഡിയോ അപ്ഡേഷനായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബെൽ ഐക്കൺ കൂടി ഇനേബിൾ ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്തിരിക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊന്നും കമൻറ്റായി രേഖപ്പെടുത്തുക. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണെന്ന് ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തിരിക. മൊഗ്രാൽ അണ്ടർപാസിൻ്റെ മുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്രോച്ച് റോഡിൻ്റെ ഒരു വശത്തെ ടാറിങ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി മറുവശത്തെ വർക്കുകൾ ഇപ്പോഴും പെൻഡിങ് നിൽക്കുന്നുണ്ട്. അതായത് മണ്ണിട്ട് ഉയർത്തേണ്ട വർക്കാണ് നടക്കേണ്ടത്. ഇനി ഈ ഭാഗത്ത് കോടതി സ്റ്റേ ഉള്ള കാരണത്താൽ ആ വർക്ക് നടക്കുന്നില്ല. അതാണ് വീട് ഇപ്പോഴും നാഷണൽ ഹൈവേ അതോറിറ്റി ഏറ്റെടുത്തിട്ടില്ല. ഇതുവരെയും എന്തോ കോടതിയിൽ അതിൻ്റെ കേസും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ആ ഭാഗം മാത്രം കുറച്ച് ഒരു 50 മീറ്ററോളം ഭാഗം സർവീസ് റോഡിൻ്റെയും മെയിൻ റോഡിൻ്റെയും വർക്ക് ഇപ്പോഴും പെൻഡിങ്ങിൽ നിൽക്കുകയാണ്. അത് കാരണത്താൽ തന്നെ ആ വർക്ക് ഇപ്പോഴും പെൻഡിങ്ങിലാണ്. അപ്പം ബാക്കിയുള്ള ഭാഗം ഇതിപ്പോൾ നമ്മുടെ കുമ്പള അണ്ടർപാസിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ഇപ്പോഴും ഈ ഭാഗത്ത് പെൻഡിങ്ങിലാണ്. കാരണം മഴ കാരണം മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ എല്ലാ ഭാഗത്തും നിർത്തിവെച്ചിരിക്കുകയാണ്. അപ്പം ഇത് എപ്പോഴും കാണിക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് ഭാഗം മാത്രം നിങ്ങൾക്ക് കാണിച്ചത്. ഇനിയിപ്പോൾ ബാക്കിയുള്ള ഭാഗം ഇപ്പം കുമ്പള ഭാഗത്തേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഫുള്ള് ഇൻ്റർലോക്കിൻ്റെ വർക്കുകൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇൻ്റർലോക്ക് കട്ടകൾ ഇവിടെ കൊണ്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതിനുള്ള സ്പേസ് റെഡിയാക്കുന്ന പ്രവൃത്തികൾ ഇപ്പോൾ നടന്നു വരികയാണ്. അപ്പം നല്ല മൊഞ്ചാക്കിയിട്ട് ഇനി നമുക്ക് തരും. ഇവിടെല്ലാം ഫുള്ള് ഇൻ്റർലോക്ക് ഇട്ടിട്ട് അപ്പം ഈ ഭാഗത്തൊക്കെ അതിനനുസരിച്ചിട്ടുള്ള പ്രവൃത്തികളാണ്. അപ്പം ഈ സർവീസ് റോഡിൻ്റെ ഡ്രെയിനേജ് കഴിഞ്ഞിട്ടുള്ള താഴ്ചയുള്ള ഭാഗം ഇത് കോൺക്രീറ്റ് വാള് നിർമ്മിച്ച് അതിനെ മണ്ണിട്ട് ലെവൽ ചെയ്ത് പിന്നീടാണ് അതിൻ്റെ മുകളിലേക്ക് ഇൻ്റർലോക്ക് പാകുന്നത്. പിന്നെ വലതുവശത്ത് ഇപ്പോൾ നേരത്തെ ഈ റീട്ടൺ വാള് നിർമ്മിക്കുന്ന ഭാഗത്ത് കുറച്ചും കൂടി ബാക്കി ടാറിങ് ചെയ്യാനുണ്ട്. ആ ഭാഗത്ത് ഇപ്പോൾ മെറ്റലിട്ടിട്ട് ഇപ്പം അതിനെ ലെവൽ ചെയ്യുന്ന പ്രവർത്തികൾ നടക്കുകയാണ്. ഈ ഭാഗത്ത് ഇപ്പം നിങ്ങൾക്ക് കാണാം ലെഫ്റ്റ് സൈഡ് കുറച്ച് മണ്ണെല്ലാം ഇട്ട് ആ ഇൻ്റർലോക്കിന് അനുസരിച്ചിട്ടുള്ള മണ്ണിട്ട് ലെവൽ ചെയ്യുന്ന പ്രവൃത്തികളാണ് ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം വെള്ളം കറക്റ്റ് ഡ്രെയിനേജിലേക്ക് തന്നെ കിടക്കുന്ന രീതിയിലായിരിക്കും ഇതിൻ്റെ ഇൻ്റർലോക്ക് സെറ്റിങ്ങും അതിൻ്റെ ബാക്കിയുള്ള പ്രവൃത്തികളും നടക്കുന്നത്.
നമ്മൾ കുമ്പള ടൗണും കഴിഞ്ഞ് കുമ്പള പാലത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. കുമ്പള പാലത്തിൻ്റെ രണ്ടാമത്തെ പാലത്തിൻ്റെ വർക്ക് അതിവേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം കുമ്പള രണ്ടാമത്തെ പാലത്തിൻ്റെ എല്ലാ പിയർ ക്യാപ്പിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം പിയർ ക്യാപ്പിൻ്റെ മുകളിൽ ബിയറിങ് നിർമ്മാണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം എല്ലാ ബിയറിങ്ങിൻ്റെ നിർമ്മാണവും പെട്ടെന്ന് കഴിയും. പിന്നെ ഇവിടുത്തെ അപ്രോച്ച് സ്ലാബിൻ്റെ വർക്ക് നടന്നു വരികയാണ്, അതും പെട്ടെന്ന് കഴിയും. വലിയ വർക്കൊന്നും ഇനിയില്ല. ഗർഡറൊക്കെ എല്ലാ ഗർഡറുകളും കാസ്റ്റിംഗ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അതിനിപ്പോൾ ലോഞ്ചിങ് ചെയ്യേണ്ട വർക്കാണ് ഇനിയുള്ളത്. അപ്പം ലോഞ്ചറൊക്കെ റെഡിയാക്കുന്ന വർക്കിലാണ് ഇപ്പോൾ നിലവിൽ ഈ ഭാഗത്ത് ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. വയറിങ്ങിൻ്റെ വർക്കൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടാവും, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ബെയറിംഗ് എന്ന് പറയുന്നത് ഈ ഗർഡർ ഈ മുകളിൽ വെക്കുന്ന ഒരു സ്ഥലമുണ്ട്, അതാ ഒരു ചെറിയ ചെറിയ പോയിൻ്റ്, അതാണ് ഈ ബിയറിംഗ് എന്ന് പറയുന്ന സംഭവം. അപ്പം ബാക്കിയുള്ള വർക്കാണ് ഇപ്പോൾ ഇവിടെ നടക്കാൻ നല്ല സ്പീഡിലാണ്, ഹൈ സ്പീഡിലാണ് ഈ കുമ്പള രണ്ടാമത്തെ പാലത്തിൻ്റെ വർക്ക് നടന്നത്. അപ്പം ഇനി പെട്ടെന്ന് വർക്ക് തീരാനേ ഉള്ളൂ. ഗർഡർ സെറ്റാക്കി കഴിഞ്ഞാൽ പിന്നീട് സ്ലാബിൻ്റെ വർക്കാണ്, അത് പെട്ടെന്ന് ഒരു 2-3 മാസത്തിനുള്ളിൽ വർക്കുകൾ അവസാനിക്കും. കുമ്പള പാലത്തിൻ്റെ വർക്കുകൾ അവസാനിക്കും 2-3 മാസം, ചിലപ്പോൾ 4 മാസം. 4 മാസം ആയാൽ ശരിക്കും ഉപ്പള രണ്ടാമത്തെ പാലത്തിൽ ചിലപ്പം ഗതാഗതം ആരംഭിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം വർക്കിൻ്റെ സ്പീഡ് നല്ല സ്പീഡാണ്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ലോഞ്ചിങ് ക്രെയിനിൻ്റെ വർക്കുകളാണ്, ഈ ഗർഡർ ലോഞ്ചിങ് ചെയ്യാനുള്ള ക്രെയിനിൻ്റെ വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാണാം, അതിൻ്റെ ഫിറ്റിങ്സ് ഇപ്പോൾ നടന്നു വരികയാണ്. ഭാഗത്ത് ഫുള്ള് അതിൻ്റെ ഇപ്പം ഷിറിയ പാലത്തിന് ഇതേ ഈ ലോഞ്ചർ തന്നെയാണ്, ക്രെയിൻ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം ഇവർക്ക് ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ പിന്നീട് അതിനെ പെട്ടെന്ന് സെറ്റാക്കാൻ പറ്റില്ല. ഫസ്റ്റ് സെറ്റാക്കുമ്പോൾ അന്ന് കുറേ പണി പിടിക്കുന്നത്. അപ്പം അതിൻ്റെ പിന്നെ സെക്കൻഡ് പിന്നെ നല്ല കറക്റ്റായിട്ടുണ്ടായിരുന്നു. അതായത് ഉപ്പള പാലത്തിൽ അവർ ഫസ്റ്റ് സെറ്റാക്കുന്നത് കുറേ മാസങ്ങൾ പിടിച്ചു. പിന്നെ ഷിറിയ പാലത്തിലേക്ക് സെറ്റാക്കുമ്പോൾ പിന്നെ അത്രയൊന്നും സമയം പിടിച്ചിട്ടില്ല. ഇപ്പം മൂന്നാമത്തതാണ് കുമ്പള പാലം. അതിൽ പെട്ടെന്ന് പണി റെഡിയാകുന്ന രീതിയിലാണ് ഇപ്പം വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. പാലത്തിൻ്റെ ഗർഡർ വർക്കൊക്കെ നേരത്തെ കഴിഞ്ഞതാണ്. ഇപ്പോൾ ഗർഡറിൻ്റെ അകത്തേക്ക് കമ്പി ഈ വയറുണ്ടല്ലോ, കേബിൾ, ആ കേബിളുകൾ സെറ്റ് ചെയ്ത് പ്രവൃത്തികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്തിപ്പം. പിന്നെ ബാക്കിയുള്ള വർക്ക് ഈ ഭാഗത്ത് എല്ലാം കഴിഞ്ഞതാണ്. പിന്നെ ഉള്ളത് ആരിക്കാട് അണ്ടർപാസ്, അതിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് ഇപ്പോൾ ആ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം മുഴുവനായിട്ടും അണ്ടർപാസിൻ്റെയും ബ്രിഡ്ജിൻ്റെ വർക്ക് ആയതുകൊണ്ടാൽ തന്നെ കൂടുതലും സർവീസ് റോഡിലാണ് വാഹനങ്ങൾ ഓടിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ ട്രാഫിക്കും കൺജസ്റ്റഡ് ആകുന്നുണ്ട് ആ ഭാഗങ്ങളിൽ. അതായത് ഈ അണ്ടർപാസിൻ്റെ ഭാഗങ്ങളിൽ സർവീസ് റോഡിലൂടെ പോകുമ്പോൾ ഭയങ്കര ട്രാഫിക് കൺജസ്റ്റഡ് ആയിട്ട് വരുന്നുണ്ട് സമയം. അതായത് ഇപ്പോൾ മംഗലാപുരത്തേക്ക് പോകണമെങ്കിൽ അത്ര, പ്രത്യേകിച്ച് മഴേൻ്റെ സമയമായതിനാൽ കുറച്ച് പാടുണ്ട് ഇപ്പോൾ അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ. ഭയങ്കര ട്രാഫിക്കാണ്, കൺജസ്റ്റഡ് ആകുന്നുണ്ട്. ബൈക്കിന് പ്രശ്നമില്ല, ബൈക്ക് എല്ലാം ഇടയിലൂടെ നൂണ്ട് പോകാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ഭാഗങ്ങളിൽ നടക്കുന്നത് അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ഇപ്പോൾ പെൻഡിങ്ങിലാണ്. മഴ കാരണം വർക്കുകൾ പെൻഡിങ്ങിൽ നിൽക്കുകയാണ്.
ആരിക്കാട് അണ്ടർ പാസിൻ്റെ അടുത്തുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. കാണാൻ സാധിക്കും, ഭയങ്കര കൺജസ്റ്റഡാണ് ട്രാഫിക് ഇവിടെ. എപ്പോഴും ഈ ഭാഗത്ത് ഭയങ്കര തിരക്കാണ്. തിരക്ക് വണ്ടികൾ തിരക്കില്ല, പക്ഷെ ആ റോഡ് ഏതെങ്കിലും ഒരു ലോറി നമ്മുടെ ഫ്രണ്ടിലുണ്ടെങ്കിൽ പിന്നെ ആ പണി ഇതായി. അതും തന്നെ ലോറിയുള്ള വലിയ വലിയ ലോഡുള്ള ലോറികൾ പോകുമ്പോൾ ഇങ്ങനെയുള്ള കട്ട് ഉള്ള റോഡാകുമ്പോൾ ഭയങ്കര പ്രശ്നം വരുന്നു. അപ്പോൾ അതിൻ്റെ ബേക്കിൽ തന്നെ വണ്ടികൾ പെട്ടുപോകുന്നു. റോഡും കുറച്ച് പ്രശ്നമാണ്. ഇപ്പോൾ ഇവിടെയെല്ലാം ടാറിങ് പ്രവൃത്തികൾ നടക്കേണ്ടതാണ്. ടാറിങ് ചെയ്ത ഭാഗത്ത് പ്രശ്നമില്ല, എന്നാലും ഈ അണ്ടർ പാസിൻ്റെ ഭാഗത്തൊക്കെ ടാറിങ് ചെയ്യാൻ ബാക്കിയുണ്ട്. ഇവിടെ ഇപ്പോൾ അപ്രോച്ച് റോഡിൻ്റെ കുറച്ച് വർക്കാണ് നടന്നിട്ടുള്ളത്. ഇനിയും വർക്കുകൾ ഈ ഭാഗത്ത് നടക്കാൻ ബാക്കിയുണ്ട്. ഇപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ ആരിക്കാടി കഴിഞ്ഞാൽ പിന്നെ കുമ്പോളി ഭാഗത്തുനിന്ന് ഇത് കാണാൻ സാധിക്കും. കുറച്ച് ഭയങ്കര കൺജസ്റ്റഡാണ്. പടം ഒരു ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തുന്ന വർക്കാണ് നടക്കുന്നത്, മറുഭാഗത്ത് ഇപ്പോൾ താഴ്ത്തിയിട്ടാണ്. ഇപ്പോൾ റോഡ് നിലവിലെ പഴയ റോഡിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഭാഗം പൊട്ടിപ്പൊളിഞ്ഞിട്ട് ആകെ അൽക്കുലത്തായിട്ടുണ്ട്. ഭാഗത്തും വർക്കുകൾ ഇപ്പം ഭാഗത്ത് ഇപ്പോൾ ഏകദേശം വർക്കുകളെല്ലാം പെൻഡിങ് തന്നെ ഉള്ളത്. അപ്പം മഴ കഴിയാണ്ടൊന്നും വർക്ക് നടക്കില്ല എന്ന് തന്നെ പറയാം നമുക്ക്. ഇപ്പോൾ ഈ ഭാഗത്ത് വർക്ക് ഉണ്ടോ ഇതുണ്ട റോഡ് ഉണ്ടോ ഇങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് എന്നെ കാണാൻ സാധിക്കും. കുണ്ടും കൊഴിയും അതും ഇതും തന്നെ നമുക്ക് മയക്ക് തീരെ പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണുള്ളത്. ഇപ്പം കാണാം അടുത്ത് വെള്ളമൊക്കെ കെട്ടി നിൽക്കുന്ന കാണാം. ഇപ്പം നിലവിലിപ്പോൾ പഴയ റോഡാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. പഴയ ടാറിങ് ചെയ്ത റോഡാണ് ഇപ്പം ഈ ഭാഗത്തുള്ളത്. അതെല്ലാം എടുത്ത് മാറ്റാനുണ്ട്. ഇപ്പോൾ ഇടതുവശത്ത് സർവീസ് റോഡ് വർക്ക് കഴിഞ്ഞാൽ മാത്രമായിരിക്കും പിന്നീട് വാഹനങ്ങളെ ഡൈവേർഷൻ ചെയ്യുന്നത്. ഇപ്പം പാലത്തിൻ്റെ നല്ല വർക്ക് നടക്കുന്നുണ്ട്. പാലത്തിൻ്റെ ഏകദേശം അവസാന ഘട്ടത്തിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പം ഉള്ളത് ഇപ്പോൾ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞിപ്പോൾ അതിൻ്റെ മുകളിൽ മാസ്റ്റിക് അപ്പോൾ നല്ല വെയിൽ വരണം. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ ആ വർക്ക് ചെയ്യണമെങ്കിൽ നല്ല വെയിൽ വരണം. പിന്നെ ഇപ്പം നിലവിൽ സിറിയ പാലത്തിൻ്റെ വർക്ക് എന്താണെന്ന് വെച്ചാൽ ക്രാഷ് ബാരിയറിൻ്റെ നിർമ്മാണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ബാക്കിയുള്ള അതായത് സ്പാനുകൾ ജോയിൻറ്റ് ചെയ്യുന്ന പ്രവൃത്തികളാണുള്ളത്. പിന്നെ ഇത് ഏകദേശം 5-6 സ്പാനുകളുണ്ട്. പക്ഷേ ജോയിൻറ്റ് സ്പാനുള്ളത് ആകെ 2-3 ആകെ കൊടുത്തിട്ടുള്ളത് സ്പാനുകൾ. ബാക്കിയുള്ള നീളത്തിൽ തന്നെ ഫുള്ള് കോൺക്രീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള ഓരോ സ്പാനിനും ഓരോ ജോയിൻറ്റ് അങ്ങനെയില്ല. ഇപ്പം നിലവിൽ എങ്ങനെയാണെന്നുള്ളത്. ഷിറിയ പാലത്തിൻ്റെ പ്രവൃത്തി വിശേഷങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഷിറിയ പാലത്തിൻ്റെ 2 സൈഡിലുള്ള ക്രാഷ് ബാരിയറിൻ്റെ നിർമ്മാണമാണ് ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം 2 സ്പാനിന് ഒരു ജോയിൻറ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പം 2 ഇതില്ലെങ്കിൽ ഓരോ സ്പാനിനും ഓരോ ജോയിൻ്റാണ് മുന്നേ ഉണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ അതല്ല. ഇപ്പോൾ നിലവിൽ ഇപ്പോൾ 2 സ്പാനിന് ശേഷമാണ് പിന്നീട് 3ാമത്തെ സ്പാനിന് ഇത് കൊടുക്കുന്നത്, ജോയിൻറ്റ് കൊടുക്കുന്നുള്ളത്. അപ്പോൾ അതിൻ്റെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സുഹൃത്തുക്കൾ, ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിച്ച് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തിരിക്കുക. നിങ്ങളോട് വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശവും കമൻറ്റായി രേഖപ്പെടുത്തുക. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരൊന്ന് ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരിക. ഇനിയും പുതുപുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്നത് വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ടേക്ക് കെയർ, ബൈ ബൈ. ഇന്നലെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബന്ദിയോട് ഭാഗത്ത് ഡ്രോൺ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ ഒന്ന് കാണുക. എല്ലാവർക്കും നന്ദി.